വെൽക്കം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യകാല സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. അതിൽ പ്രധാനമായും റഹ്നുമായി മസ്ദേസൻ സഭ, കുക്ക പ്രസ്ഥാനം അഥവാ നംദാരി പ്രസ്ഥാനം എന്നിവയെ കുറിച്ചാണ്. കാരണം ജൂൺ 9 നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് പരീക്ഷയിൽ നമുക്ക് ഇതിനെ പറ്റിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ചോദ്യ രൂപേണയാണ് നമ്മൾ നോക്കുന്നത്. റഹ്നുമായി മസ്ദേസൻ സഭ സ്ഥാപിതമായത് എന്നാണ്? 1851 സ്ഥാപിതമാകുന്നത്. റഹ്നുമായി മസ്ദേസൻ സഭ എവിടെയാണ് സ്ഥാപിതമായത്? ബോംബെയിലാണ് സ്ഥാപിതമായത്. റഹ്നുമായി മസ്ദേസൻ സഭ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദാദാഭായ് നവറോജി 1851 ബോംബെയിൽ സ്ഥാപിച്ച സഭയാണ് ഏത്? റഹ്നുമായി മസ്ദേസൻ സഭ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. റഹ്നുമായി മസ്ദേസൻ സഭ ഇന്ത്യയിലെ ഏത് മതത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇതായിരുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. റഹ്നുമായി മസ്ദേസൻ സഭ ഇന്ത്യയിലെ പാഴ്സി സമൂഹത്തിന്റെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ്. ഓക്കെ, അപ്പൊ റഹ്നുമായി മസ്ദേസൻ സഭ എന്ന് പറയുന്നത് പാഴ്സി സമൂഹത്തിന്റെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണത്തിന് വേണ്ടി ദാദാഭായ് നവറോജി 1851 ബോംബെയിൽ സ്ഥാപിച്ച സഭയാണ്. ക്ലിയർ ആണല്ലോ. രാസ്ത് ഗോഫ്താറിന്റെ സ്ഥാപകൻ ആരായിരുന്നു? 2 പേര് ചേർന്നിട്ടാണ് രാസ്ത് ഗോഫ്താർ എന്ന പത്രം സ്ഥാപിക്കുന്നത്. ആരൊക്കെയാണ് അവര്? ദാദാഭായ് നവറോജിയും കർഷഡ്ജി കാമയും ചേർന്നാണ് രാസ്ത് ഗോഫ്താർ എന്ന പത്രം സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1854. രാസ്ത് ഗോഫ്താർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഗുജറാത്തി ഭാഷയിലാണ് കേട്ടോ. അപ്പൊ ഗുജറാത്തി ഭാഷയിലെ ഒരു പത്രമാണ് എന്ത്? രാസ്ത് ഗോഫ്താർ എന്ന് പറയുന്നത്. സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ദാദാഭായ് നവറോജിയും കർഷഡ്ജി കാമയും ചേർന്നാണ്. രാസ്ത് ഗോഫ്താർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സത്യം പറയുന്ന ആൾ അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ എന്നാണ് അതിന്റെ അർത്ഥം. രാസ്ത് ഗോഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രൂത്ത് ടെല്ലർ എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ കുക്ക പ്രസ്ഥാനം, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായ കുക്ക പ്രസ്ഥാനം. കുക്ക പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിലാണ് ഈ കുക്ക പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കുക്ക പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? കുക്ക പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നംദാരി പ്രസ്ഥാനം. നംദാരി പ്രസ്ഥാനം. അപ്പൊ പഞ്ചാബിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ത്? കുക്ക പ്രസ്ഥാനം അഥവാ നംദാരി പ്രസ്ഥാനം എന്ന് പറയുന്നത്. കുക്ക പ്രസ്ഥാനം ഏത് മതപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പഞ്ചാബിൽ ആരംഭിച്ച ഒരു സിഖ് പ്രസ്ഥാനമായിരുന്നു ഇത്. അപ്പൊ സിഖ് മതവുമായി ബന്ധപ്പെട്ട, സിഖ് മതത്തിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇത് കുക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഏത് കാലത്താണ് ഇത് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പഞ്ചാബിൽ ആരംഭിച്ച ഒരു സിഖ് പ്രസ്ഥാനമാണ് കുക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം സിഖ് മതത്തിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇത് കുക്ക പ്രസ്ഥാനം. ക്ലിയർ ആണല്ലോ. ഇനി ഈ കുക്ക പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പ്രമുഖ സിഖ് നേതാവായ ബാബ റാം സിംഗ് ആണ് കുക്ക പ്രസ്ഥാനം ആരംഭിച്ചത്. സിഖ് മതത്തിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബാബ റാം സിംഗ് ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? കുക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ ഇത് ആരംഭിച്ചത്. ഇനി PSC ചോദിച്ച ചോദ്യം നമുക്കൊന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? കുക്ക പ്രസ്ഥാനം അല്ല, ഇതെന്താണ്? സിഖ് മത നവീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. പഞ്ചാബിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? കുക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ കുക്ക പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? നംദാരി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് സിഖ് മത നവീകരണത്തിന് വേണ്ടി ആരംഭിച്ച, പഞ്ചാബിൽ ആരംഭിച്ച കുക്ക പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? നംദാരി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി റഹ്നുമായി മസ്ദേസൻ സഭ ഇതെന്താണ്? നമ്മൾ പറഞ്ഞു ദാദാഭായ് നവറോജി 1851 ബോംബെയിൽ ആരംഭിച്ച പാഴ്സി മത നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ത്? റഹ്നുമായി മസ്ദേസൻ സഭ എന്ന് പറയുന്നത്. ഈ സഭയുടെ ആശയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ച രാസ്ത് ഗോഫ്താർ എന്ന ഗുജറാത്തി പത്രത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ ഒരു സഭയുടെ ആശയങ്ങൾ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രാസ്ത് ഗോഫ്താർ എന്ന ഈ ഒരു പത്രം പാഴ്സി മത നവീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട ഈ 2 സഭകളെ കുറിച്ചാണ്, ഈ 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഇനി അതുപോലെ നമ്മുടെ മറ്റു പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം.
ഇനി ആദ്യമായിട്ട് ഏതാണ്? ബ്രഹ്മസമാജം. 1828 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സഭയാണ് ഏത്? സമാജം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 1866 ഇത് സ്പ്ലിറ്റായിട്ട് ആദ്യ ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും പറഞ്ഞ് 2 സമാജങ്ങൾ ഉണ്ടായി. അതിൽ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കേശവചന്ദ്ര സെൻ ആണ്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഈ ബ്രഹ്മസമാജം സ്പ്ലിറ്റ് ചെയ്തുണ്ടായതാണ് ഏത്? ഈ സാധാരണ ബ്രഹ്മസമാജം എന്ന് പറയുന്നതും 1878 അതിന്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? ആനന്ദമോഹൻ ബോസ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി തത്വബോധിനി സഭ 1839 കൊൽക്കത്തയിൽ ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സഭയാണ് ഏത്? തത്വബോധിനി സഭ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനായ ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സഭയാണ് ഇത് തത്വബോധിനി സഭ എന്ന് പറയുന്നത്. ഇത് 1859 നമ്മുടെ ബ്രഹ്മസമാജത്തിലോട്ട് ലയിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊന്നാണ് എന്ത്? 1867 തുടങ്ങിയ പ്രാർത്ഥനാ സമാജ്, പ്രയർ സൊസൈറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ബോംബെയിലാണ് ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? ആത്മാറാം പാണ്ഡുരംഗാണ് ആരംഭിച്ചത്. ക്ലിയർ ആണല്ലോ. ഈ ബ്രഹ്മസമാജം പ്രധാനമായിട്ടും ഹിന്ദു മത നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു സഭയാണ് എന്ത്? ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുക്ക പ്രസ്ഥാനം സിഖ് മതം, അതുപോലെ തന്നെ റഹ്നുമായി മസ്തേസൻ സഭ പാഴ്സി മത നവീകരണവുമായി ബന്ധപ്പെട്ട എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഹിന്ദു മത നവീകരണം, പ്രധാനമായിട്ടും ഹിന്ദു മത നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ത്? ഈ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അതിലെ ആചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരെ പോരാടിയ ഒരു സമാജമാണ് എന്ത്? ഒരു സംഘടനയാണ് എന്ത്? ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേദസമാജം. 1864 മദ്രാസിൽ ആരംഭിച്ച ഒരു സഭയാണ് എന്ത്? വേദസമാജം എന്ന് പറയുന്നത്. ആരാണത് തുടങ്ങിയത്? ശ്രീധരലു നായിഡുവും കേശവചന്ദ്രനുമാണത് ആരംഭിച്ചത്. ഓക്കെ, ഇനി പൂന സാർവജനിക് സഭ അതെവിടെയായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവുക? പൂനെയിൽ തന്നെയായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവുക. അത് 1870 ആരാണ് തുടങ്ങിയത്? മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെ. ഇനി സത്യശോധക് സമാജ് 1873 തുടങ്ങിയ സത്യശോധക് സമാജ് അതാരാണ് തുടങ്ങിയത്? ജ്യോതിറാവു ഗോവിന്ദറാവു ഫുലെയാണ് കേട്ടോ. ജ്യോതിറാവു ഫുലെയാണത് തുടങ്ങിയത്. ഇനി മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മസമാജം ചോദിച്ചാൽ എന്താണ്? ഹിന്ദു മത നവീകരണമാണ്. അലിഗഡ് പ്രസ്ഥാനം ചോദിച്ചാൽ എന്താണ്? മുസ്ലിം മത നവീകരണമാണ്. മതത്തിലെ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി 1875 ബോംബെയിൽ ആരംഭിച്ചതാണ് ഏത്? ആര്യസമാജം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കൂ, തിയോസഫിക്കൽ സൊസൈറ്റി. ഇത് സ്ഥാപിച്ചത് ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും ചേർന്നാണ്. ന്യൂയോർക്കിലാണ് ഇത് ആരംഭിച്ചത് 1875. ആനി ബെസന്റ് പിന്നീട് ഇതിനകത്തോട്ട് 1889 ചേരുകയായിരുന്നു. പിന്നെ അവിടെ പ്രധാന നേതാവായിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവായിട്ട് ആരുണ്ടായിരുന്നു? ആനി ബെസന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരല്ല? ആനി ബെസന്റ് അല്ല. അതാരാണ്? ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടുമാണ്. അത് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ന്യൂയോർക്കിലാണ് സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1875. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മുടെ വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് ഏത്? 1897 സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ. ഇനി വീരേശലിംഗം പന്തലു 1906 സ്ഥാപിച്ചതാണിത് ഹിതകാരിണി സമാജം. ഇനി ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യാണ്. 1907 മദൻ മോഹൻ മാളവ്യാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചൊരു പ്രസ്ഥാനമാണിത് സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കരാണ് 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച 2 പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.